കൂട്ടുകാർക്കും ദ പാഷനേറ്റ് ലേഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എങ്ങനെയാണ് സുഖമായും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് സീരീസിൽ 2 വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വീഡിയോയിൽ ആദ്യം ഇട്ടതിലും രണ്ടാമത്തെ വീഡിയോ നല്ല അത്യാവശ്യം ഒരുപാട് വ്യൂസും കമൻസും ഒക്കെ കിട്ടിയൊരു നല്ലൊരു ഹാപ്പി, എനിക്ക് ഇതുവരെ വീഡിയോസ് ചെയ്തതിൽ ഏറ്റവും ഞാൻ ഹാപ്പിയായി എനിക്ക് തോന്നിയത് ആ ക്രിസ്മസ് സീരീസിലിട്ട 2nd വീഡിയോ ആണ്. അതിന് സപ്പോർട്ട് ചെയ്ത, കമൻറ്റ് ചെയ്ത, വ്യൂ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ആ വീഡിയോ ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തതെന്നല്ല, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദിയുണ്ട്. കാര്യം ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് അത്രയും എനിക്ക് സാധാ വീഡിയോസ് ഇടുന്ന പോലെ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരുപാട് നല്ല കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അതിനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ സംസാരിച്ച് നിങ്ങൾ സമയം കളയുന്നില്ല, നമുക്ക് 3ാമത്തെ വീഡിയോ, ക്രിസ്മസ് സീരീസിൻ്റെ 3ാമത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ അന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ക്രിസ്മസ് ട്രീക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് നുണുക്ക് സാധനങ്ങൾ, അതായത് ഡെക്കറേഷൻ സ്റ്റാർസ്, ഇതുപോലെയുള്ള ഗിഫ്റ്റ് ഇതിൽ ഈ ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസുകൾ എന്തുകൊണ്ട് നമുക്ക് വെറും തുച്ഛമായ രീതിയിൽ ചെയ്തെടുത്തുകൂടാ എന്ന്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കോർ ഐറ്റംസുകൾ ക്രാഫ്റ്റായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം. നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർ ആണല്ലോ നമ്മൾ മിന്നും താരം. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് വേണം. ഇത് നമുക്ക് കാർഡ്ബോർഡൊക്കെ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കാർഡ്ബോർഡ് കിട്ടാനൊന്നും വലിയ പ്രയാസങ്ങളില്ല. അപ്പോൾ കാർഡ്ബോർഡ് വേണം. അപ്പോൾ കാർഡ്ബോർഡിൽ നമുക്ക് വേഗം ഒരു സ്റ്റാർ ചെയ്തെടുക്കാം. നമുക്ക് പല രീതിയിൽ സ്റ്റാർ ചെയ്തെടുക്കാം. കാർഡ്ബോർഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കോ, അതോ ചാർട്ടിൽ ചെയ്തെടുക്കുമ്പോഴോ, അതോ വേറെ കട്ടിയുള്ള പേപ്പറിൽ ചെയ്തെടുക്കുമ്പോഴോ, നമുക്കാണെങ്കിൽ സിമ്പിളായിട്ട് സ്കെച്ച് വെച്ച് കളർ ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള കളർ കൊടുത്ത് ചെയ്തെടുക്കാം. അതും സിമ്പിളാണ്. എൻ്റെ ഇപ്പോൾ സ്കെച്ചില്ല കാണിച്ചു തരാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കളേഴ്സ് കിട്ടില്ലേ, അക്രിലിക് കളേഴ്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വാട്ടർ കളേഴ്സോ ഏതെങ്കിലും വെച്ചിട്ട് അത് വെച്ചും ചെയ്യാം. ഞാൻ കുറച്ചുകൂടി നമുക്കിങ്ങനെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിളങ്ങി നിൽക്കണമല്ലോ. ആ ഒരു തിളക്കം കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന്, ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത്രയും വാങ്ങിയത്. അല്ലാത്തവർക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള കളേഴ്സ് മാത്രം മേടിക്കാനും കിട്ടും. ഇങ്ങനെയല്ല, ബൾക്കായിട്ടല്ലാതെ ആവശ്യമുള്ള കളേഴ്സ് മാത്രം മേടിക്കാനും കിട്ടും. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ വേണം. അല്ല സ്കെച്ച് വെച്ചോ അല്ലെങ്കിൽ വാട്ടർ കളർ വെച്ചോ ഒക്കെ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. പിന്നെ ഈ ഒരു ഗ്ലൂ ഗമ്മില് ഈ ഗ്ലിറ്റർ പേപ്പറും കൂടെ ഒന്ന് മിനുസപ്പെടുത്തി എടുത്താൽ കുറച്ചുകൂടി ഗ്ലേസിങ് കിട്ടും. അതിപ്പോൾ സ്കെച്ച് വെച്ച് കളർ അടിക്കണമെന്നുമില്ല. ഈ ഗ്ലിറ്റേഴ്സ് പല കളറിലതാണല്ലോ. അപ്പോൾ ഓൾറെഡി കളർ കൊടുക്കണമെന്ന് പോലും ഇല്ല. ജസ്റ്റ് വൈറ്റ് ഒക്കെ ആണെങ്കിൽ മാത്രമല്ല നമ്മൾ വേറെ കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ഗ്ലിറ്റർ പേപ്പർ വെച്ച് ആണ് എങ്കിൽ, ഗ്ലിറ്റേഴ്സ് ഉണ്ട് എങ്കിൽ കാർഡ്ബോർഡും ഗ്ലിറ്ററും പിന്നെ ഒരു ഗമ്മും പെൻസിലോ സിസേഴ്സ് ഇത്രയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റാറില്ല കൂടുതൽ സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർ കാണാം. ഞാനൊരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഓരോ സാധനങ്ങൾ നമുക്ക് വെക്കാൻ. ക്രിസ്മസ് ട്രീൻ്റെ വലിപ്പം എന്ന് പറയേണ്ട, ഓൾമോസ്റ്റ് എത്ര വലിയ ക്രിസ്മസ് ട്രീ ആയാലും ഇങ്ങനത്തെ
സാധനങ്ങൾ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആ ക്രിസ്മസ് ട്രീ മൊത്തത്തോടെയാണ് നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊടുക്കുന്നത്. അപ്പം മൊത്തത്തോടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സൈസിൽ കുഞ്ഞാണെങ്കിലും അത് ആ ഗ്ലിറ്ററിന്റെ ആ തിളക്കത്തിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു സൈസിലെ കാർഡ്ബോർഡാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസിൽ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഒരു ട്രേസ്, സ്റ്റാറിന്റെ ഒരു ട്രേസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ കഴിവൊന്നും വേണ്ട. ജസ്റ്റ് കാർഡ്ബോർഡ് ട്രേസ് ചെയ്ത് എടുത്താലും മതി സ്റ്റാർ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ സ്റ്റാർ വരയ്ക്കില്ല, ഇങ്ങനെ ക്രോസ് ഒക്കെ ആക്കിയിട്ട് വരയ്ക്കില്ല, അതുപോലെ വരച്ചാലും മതി. കാര്യം നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്, കളർ അടിക്കാനുള്ളതാണ്. അപ്പോൾ വലിയ കലാവിരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രേസ് എടുത്താലും മതി. അത് എൻ്റെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ട്രേസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ച് സൈസൊക്കെ നോക്കി വരച്ച് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. ട്രേസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്റ്റാർ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും പേപ്പറിൽ ഉള്ള സ്റ്റാർ ആയാലും എടുത്ത് ട്രേസ് വെച്ചാൽ മതി. അപ്പോൾ ട്രേസ് എടുത്തതിന് ശേഷം നമുക്കിതെന്നെ എന്ത് ചെയ്യാം, വെട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ കൊടുത്ത് വെട്ടണം, ഇല്ലെങ്കിൽ ഷേപ്പുകളിൽ വ്യത്യാസവും ആ ഒരു സൈസ് പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. നമുക്കിത് കാർഡ്ബോർഡ് ബോക്സിലല്ല, നമുക്ക് ഇപ്പൊ വീട്ടില് ഒരുപാട് മിക്കവരുടെ ഓൺലൈൻ പർച്ചേസുകാരുടെ വീട്ടിൽ കൂടുതലും കാണുന്ന ഒരു സാധനമാണല്ലോ ഈ കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ ചുമ്മാ വേസ്റ്റ് ആക്കി കത്തിച്ച് കളയുന്നേക്കാളും ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോഴ് നമുക്കിങ്ങനെ ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതാകുമ്പോൾ കുറച്ചുകൂടെ കട്ടി തോന്നിക്കും. പിന്നെ 3D എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സാധനം കൂടെ വെച്ച്, അല്ലെങ്കിൽ സ്റ്റാർസുകൾ ഇതുപോലെ 3-4 കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ച് പൊട്ടിച്ച് നമുക്ക് 3D എഫക്റ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരുവിധം സ്റ്റാറിന്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ചെയ്യാം. ഇതൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ കൂടി ചെയ്തപ്പോൾ വീക്ക് ഇതിന് സെപ്പറേറ്റ് റേറ്റ് എത്ര ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും വലിയ ഭയങ്കര പൈസയൊന്നും അല്ല. അപ്പോൾ ഇതിൽ ഞാൻ പിങ്ക് ഗ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളറിലെ സ്റ്റാർ എൻ്റെ പുൽക്കൂട്ടിൽ, സോറി, എൻ്റെ ക്രിസ്മസ് ട്രീ ഇല്ല, അപ്പം ഞാൻ വിചാരിച്ചത് എടുക്കാം. പിന്നെ പിങ്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഫേവറേറ്റ് കളറാണ് പിങ്ക്. കുറച്ചെടുത്താൽ മതി, അത്യാവശ്യത്തിന് എടുക്കാം. ഓക്കെ, സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശകലം പശ നമുക്കിതിൽ സ്പ്രെഡ് ചെയ്യേണ്ട. ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ ഇതിൻ്റെ എന്താണ് അക്രിലിക് പെയിൻറ്റിൻ്റെ ബ്രഷുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് എവിടേക്ക് എടുത്തിട്ടിട്ട് മിസ്സായിപ്പോയി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുപോലത്തെ നമ്മൾ എന്താണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനോ അല്ലാതെ നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ അതിൽ ബ്രഷുകൾ യൂസ് ചെയ്യാറില്ല. കാര്യം അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് വലുതായിട്ടില്ല. അതുകൊണ്ട് ഈ ബ്രഷ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പശ ഗമ്മ് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്ലിറ്റേഴ്സ് അതിലൊട്ടിച്ചു കൊടുക്കാം.
പശയും നമുക്ക് ഈ ഗ്ലിറ്റർ യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പശേൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം അത് അല്ലെങ്കിൽ തന്നെ നമ്മളെ കൈകളിൽ നിന്ന് പോകാൻ പാടാണ്. അപ്പോൾ ഒരുപാട് പശേൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കാം. അതേസമയം നമ്മൾ വല്ല പിങ്ക് കളർ ചെയ്തിട്ടാണ് ഈ ഗ്ലിറ്ററും കൂടെ കൊടുക്കുന്നതെങ്കിൽ ഇത്രയും ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എനിക്കിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഇത് തോന്നിയത്. നമുക്ക് പിങ്ക് കളർ വേണമെന്നില്ല. കളർ മിക്സ് ചെയ്തിട്ട് 2 കളേഴ്സ് പിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തെടുത്ത് പിങ്ക് കളറ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ഗൂഗിളിൽ തപ്പുമ്പോഴത്തേക്കും ഏത് കളേഴ്സ് മിക്സ് ചെയ്താൽ ഇന്ന കളർ കിട്ടുമെന്ന് കാണും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കളർ അടിച്ചു. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ 2 സ്റ്റാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ വശത്ത് ഞാൻ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു സൈഡിൽ മാത്രം ഗ്ലിറ്റേഴ്സ് ഇട്ടിട്ട് ഇത് രണ്ടും കൂടി ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടി തോന്നിക്കും. ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഈ ഒന്നിൻ്റെ ട്രേസ് എടുത്ത് മറ്റേത് വരയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ട്രേസ് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് വലുതായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തൊക്കെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ഗ്ലിറ്ററൊക്കെ തേച്ചതിന് ശേഷം ഇത് ഫസ്റ്റ് ഒട്ടിച്ച് വയ്ക്കുക. കറക്റ്റിനെ ഒട്ടിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഉണങ്ങിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയില്ല. അപ്പോൾ രണ്ടുകൊണ്ടേ ഞാനിത് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ ഗ്ലിറ്റേഴ്സ് സൈഡ് കോർണേഴ്സ് വരുമല്ലോ ഓരോ മുക്കും മൂലയും, ആ ഭാഗങ്ങളിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് തടവി കൊടുക്കുക. അപ്പം നമ്മുടെ എന്താണ് സ്റ്റാർ റെഡിയാവും. ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ 5 പൈസ ചിലവാക്കാതെ ചെയ്യാനായിട്ട്, 5 പൈസ ചിലവാക്കൂല എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെവിക്വിക്കിന് പൈസയാവും. അത് പക്ഷേ നമ്മൾ മിക്കവരുടെയും വീട്ടിൽ കാണുന്നതാണ്, ചിലരുടെ കാണൂല, അതത്രേ ഉള്ളൂ. അപ്പോൾ ഗ്ലിറ്ററിന് പൈസ കാണും. അങ്ങനെയല്ല, ഞാൻ ഒരുപാട് റേറ്റ് ഇല്ലാതെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉണങ്ങിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കാർഡ്ബോർഡിൽ ഒരു ഗ്ലിറ്റർ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ അതല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു ഷീറ്റ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 സ്റ്റാർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ട്രേസ് എടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാം, നമുക്ക് ഏറ്റവും പെട്ടെന്ന്, നമുക്ക് സമയമില്ലല്ലേ, സമയമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ ആവശ്യമില്ലാതെ നമുക്ക് സമയം കളയാനില്ല. അപ്പോൾ ഞാൻ ട്രേസ് എടുത്തതാണത്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇങ്ങനെ 2 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബാക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. അയ്യോ, ഞാൻ പിടിച്ചു നോക്കി. സോ ഇതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നോക്കിയേ എന്ത് ഭംഗിയുണ്ട് ഈ ഗ്ലിറ്റർ പേപ്പറിൽ ഇത് ചെയ്തെടുത്തപ്പോൾ. നോക്കിയേ, ഇതിൻ്റെ കൂടെ ഞാൻ മറന്നുപോയി, ഇത് ഇങ്ങനെ ഒരു നൂല്, ഇങ്ങനത്തെ സംഭവം തന്നെ വേണമെന്നില്ല, ഒരു നൂല് ആയാലും മതി. നൂലെടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണമെന്നില്ല, ഇങ്ങനെ ഒരു ഹോളിട്ട് അകത്തെടുത്താലും മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തൂക്കിയിടാം. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി? ഇത്രയും സിമ്പിളാണ്. ഒരു ഗ്ലിറ്റർ പേപ്പർ ഉണ്ടെങ്കിൽ സ്റ്റാർ ട്രേസ് എടുക്കാനും പറ്റുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം.
കാര്യം. ഇത് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മളിങ്ങനെ തട്ടി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ബ്രഷ് വെച്ച് തേച്ചാൽ അതിൻ്റെ ഗ്ലിറ്റേഴ്സും മങ്ങും. ഗം യൂസ് ചെയ്യുന്നത് കൊണ്ടേ അതിനേക്കാളും തട്ടിക്കൊടുക്കുന്നതാണ്. തട്ടിക്കൊടുത്ത് സൈഡുകളിലും ഒക്കെ തട്ടിക്കൊടുത്ത് എടുത്തപ്പോഴത്തേക്കും കണ്ടു നല്ലൊരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വെറും കാർഡ്ബോർഡും ഈ ഗ്ലിറ്ററും മിനുക്കവും അതുപോലെ തന്നെ ഇത് ഒരു നൂല് ആയാലും മതി. നൂലും അതുപോലെ കത്രിയും പിന്നെ സ്റ്റാർ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയും ട്രേസ് ചെയ്തെടുക്കുകയും ചെയ്താൽ നമുക്ക് ഇതുപോലെ നല്ല സൂപ്പർ ഒരു സ്റ്റാർ കിട്ടും. ഇത് നമ്മളല്ലാതെ ഷീറ്റിൽ ചെയ്തെടുത്ത സ്റ്റാറാണ് ഇത് രണ്ടും. ഇത് ഷീറ്റ് ചെയ്തെടുത്തത്, ഇതല്ലാതെ കാർഡ്ബോർഡിൽ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്ത നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്നത്, അതുണ്ടാക്കിയാലോ? അപ്പോൾ ഇതുപോലെ ഒരു ബോക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ നമുക്ക് കാർഡ്ബോർഡിലോ കാർഡ്ബോർഡ് പേപ്പറിലോ അതോ ചാർട്ടിലോ കട്ടിയുള്ള എന്തിലും വേണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കട്ടിയുള്ള ഇപ്പോൾ പേപ്പർ ബാഗ്സ് കിട്ടുമല്ലോ കടകളിൽ നിന്ന്, അതിലായാലും മതി. അത് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഇപ്പോൾ കാർഡ്ബോർഡിൽ കാണിക്കാൻ എൻ്റെ വീട്ടിൽ ഇഷ്ടമാതിരി ഇതാണുള്ളത്. അപ്പോൾ ഇതിൽ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ബോക്സ് കട്ട് ചെയ്യാനായിട്ട് സ്ക്വയറിൽ ഇതുപോലെ 1 2 3 4 4 സ്ക്വയേഴ്സ്, പിന്നെ 2 അല്ലാണ്ട് സ്ക്വയേഴ്സ് മുകളിലും താഴെയും അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നമ്മളിത് കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗിഫ്റ്റ് പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഇതൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ബോക്സ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ഫേസസ്, പിന്നെ മൊത്തം 6 ഇതാണ് വേണ്ടത്. അപ്പോൾ 4 ഇവിടെ നിരയായിട്ട്, ഒന്ന് താഴെ ഒന്ന് അടിയിൽ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഞാൻ ഇത് സ്കെയിൽ വെച്ചിട്ടോ വരച്ചതൊന്നുമല്ല, പെൻസിൽ വെച്ച് ജസ്റ്റ് ഒരു ഉദ്ദേശത്തിന് വരച്ചതാണ്. വലിയ അളവുകൾ മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഉദ്ദേശം സ്ക്വയേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ച് വെട്ടണം. 1 2 3 4 4 സ്ക്വയേഴ്സ് നേരെയും പിന്നെ 2 താഴെ മുകളിലുമായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, കൈ വരയ്ക്കുന്നില്ല, സോറി. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് എടുക്കണം. ഇത് നമുക്ക് ഒട്ടിച്ചോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചോ ഗം വെച്ചോ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ ഒരുപാട് ക്ലാരിറ്റിയും പെർഫെക്ഷനും ഒന്നും വേണമെന്നില്ല. കാര്യം നമ്മളിത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ബോക്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിക്കൂടെ ചെറിയതാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്ക്വയേഴ്സ് ചെറുതാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും കൂടി ആയിട്ട് കുറച്ച് ശകലം ഒരു സ്ക്വയറാണ് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതുപോലെ ഗിഫ്റ്റ് പേപ്പർ എടുക്കുക, കവർ ചെയ്യുക. എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് കവർ ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് കളറുള്ള ഒരു കുറച്ച് കട്ടിക്കൊരു ത്രെഡായിരുന്നു ഇങ്ങനെ എടുത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയേ, നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് സിമ്പിളാണ് സത്യത്തിൽ. ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ അത്രയ്ക്ക് വലിയൊരു 5 മിനിറ്റിൻ്റെ കാര്യമൊക്കെ ഉള്ളൂ. ഒരു കാർഡ്ബോർഡ് ബോക്സും ഒരു പെൻസിലും ഒരു സിസേഴ്സും സെല്ലോ ടേപ്പും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് റാപ്പും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എൻ്റെ സ്റ്റാറിൻ്റെ കാര്യം. നമ്മൾ ഉണ്ടാക്കിയ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയ സ്റ്റാറാണ്. കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയ സ്റ്റാർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഗ്ലിറ്റർ ഷീറ്റിൽ ചെയ്തെടുത്ത സ്റ്റാർ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കണം. പക്ഷേ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇപ്പോഴും അത് ഉണങ്ങി കറക്റ്റായിട്ട് നമ്മൾ
ആ ഗ്ലിറ്റേഴ്സ് പൗഡർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് നല്ല ഭംഗിക്ക് പോയി. സോറി, കറക്റ്റ് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. ഇനി നല്ല ഇഷ്ടമായി. കണ്ടോ, വലിയ ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല. നമുക്കിതൊന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊന്ന് തൂക്കി നോക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീണ്ടും ഞാൻ ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ കാർഡ്ബോർഡ് മതി. കാർഡ്ബോർഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പം ചെയ്യുന്ന ഗ്ലിറ്റർ ഷീറ്റിൽ ഇതുപോലെ ഗ്ലിറ്റർ വെച്ച് ഞാൻ നേരത്തെ സ്റ്റാർ ചെയ്തില്ലേ, അതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. എന്താണ്, തിളങ്ങുന്ന മാൻ. അപ്പോൾ ക്രിസ്മസ് ട്രീയിൽ വയ്ക്കാനായിട്ട് തിളങ്ങുന്ന മാൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ട്രേസ് എടുത്തിട്ടുണ്ട് മാനിൻ്റെ. വരയ്ക്കാം. ഈ മാൻ ആക്ച്വലി വരയ്ക്കാൻ എളുപ്പമാണ്. എനിക്ക് പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് സമയം ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ ആണല്ലോ, കൂടുതലും കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാഞ്ഞത്. അപ്പോൾ ട്രേസ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കണ്ടാലോ. അപ്പോൾ നമ്മുടെ മാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ മാനുണ്ടല്ലോ, നമ്മളിങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. മണി സേവ് ചെയ്യണമെന്നുള്ളവർക്ക്, പിന്നെ സമയം കൂടെ, കുറച്ച് സമയം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. ആക്ച്വലി ഈ മാൻ കണ്ടെന്ത് സൂപ്പറായിട്ടുണ്ടല്ലേ. സൂപ്പറായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും, കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ മാനുണ്ടല്ലോ, ഞാൻ നേരത്തെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ മാൻ. ഈ മാൻ ഏകദേശം ഒരു 3 എണ്ണത്തിന് 20 രൂപയായിരുന്നു. 3 എണ്ണം 20 രൂപയായിരുന്നു. അതേസമയം നമ്മളിപ്പോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് സമയവും പേഷ്യൻസും കൂടി ഉണ്ട്, ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിന് 15 രൂപയാണ് ആയത്. അപ്പോൾ ഈ ഒരു 15 രൂപ ഗ്ലിറ്റർ ഷീറ്റും പിന്നെ കട്ട് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എത്ര മാൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതായിരിക്കും ലാഭം എന്നെനിക്ക് തോന്നുന്നു. ഇതായിരിക്കും ലാഭം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ നമുക്ക് ഈ ബോൾ, ഇതുപോലെ ബോൾസ് ഉണ്ടല്ലോ നമ്മൾ ഹാങ് ചെയ്യുന്നത്, അത് ഒന്ന് ചെയ്ത് നോക്കിയാലോ. വേറെ ഒന്നുമില്ല, സിമ്പിൾ. ടിഷ്യൂസ് ഉണ്ടല്ലോ, ഏറ്റവും നല്ലത് ടിഷ്യൂ പേപ്പർ എടുക്കുന്നതിന്. കാര്യം നമ്മൾ അല്ലാണ്ട് ഏത് പേപ്പറാണ്, ന്യൂസ് പേപ്പർ എടുത്താൽ നനച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒതുങ്ങിയിരിക്കത്തില്ല പേപ്പർ. ചെറിയൊരു ഇതൊക്കെ അപ്പും ഡൗണും ആയിട്ടുള്ള ഇവനായിരിക്കില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. ഇതിപ്പോൾ ഒരു ടിഷ്യൂ എടുക്കുക, ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കുക. നമ്മൾ ചുരുട്ടാനൊന്നും അറിഞ്ഞില്ലാത്ത ആൾക്കാരില്ലല്ലോ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ പേപ്പർ ചുറ്റിയൊക്കെ എറിയാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ചുരുട്ടിയത് ഇത്രയും വലിയ ബോളിൻ്റെ ആവശ്യമില്ലല്ലോ, കുഞ്ഞു ബോൾസ് അല്ലേ യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഒരു പേപ്പർ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വേസ്റ്റ് ആക്കണ്ട, ഒരു സാധനം നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഇത് ആക്ച്വലി ഗ്ലിറ്റർ എൻ്റെ കൈ പറ്റിപ്പം തുടച്ച പേപ്പറാണ്. ആ പേപ്പർ തന്നെ നമുക്ക് എടുക്കാം, ഒരു വേസ്റ്റേജും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ആക്കുക, നന്നായിട്ട് ഒരു റൗണ്ട് പിടിച്ച് ഇങ്ങനെ എടുക്കുക. ഇനി ഒരു ടിഷ്യൂ എടുത്ത് ഇങ്ങനെ വിരിക്കുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പക്ഷേ ഇങ്ങനെ ഒരു റൗണ്ടിന് തേച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു അത്തൊട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ബോളുണ്ടല്ലോ ജസ്റ്റ് കൊടുക്കുക. പൊതിയുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വരാത്ത രീതിയിൽ മാക്സിമം പൊതിഞ്ഞെടുക്കുക. പേപ്പറാണ്, സോ
ഇല്ലെങ്കിൽ തെർമോക്കോളിൽ ചെയ്തെടുക്കുക. ഇതിപ്പോൾ തെർമോക്കോളിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് തെർമോക്കോളിൽ ചെയ്യണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ സാധാരണ നമുക്ക് കടയിൽ കിട്ടുന്ന സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു ഇതിലിരുന്നാൽ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. അങ്ങനെ എന്ന് തോന്നില്ലേ? അപ്പോൾ നമുക്ക് ഭംഗിയാക്കി കിട്ടാനോ അത് ഉണങ്ങിയ ശേഷം മാത്രം. അപ്പോൾ ഉണങ്ങിയില്ല മുഴുവനായിട്ട് കാണിക്കാം. ഉണങ്ങിയ ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കളറോ എൻ്റെ കയ്യിലുള്ള ബ്രഷുകളെല്ലാം വീട്ടിൽ വെച്ചിട്ട് മിസ്സായി. പിന്നെ ഈ കുറേ ബ്രഷുകൾ ഇരിക്കുന്ന കാരണമായിരിക്കും വേറെ ഒന്നും എടുക്കാണ്ട് തോന്നില്ല. തോന്നില്ല. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതിൻ്റെ ഉപയോഗമൊന്നും ഇല്ല. സോ ആക്ച്വലി ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു രസമുണ്ടായിരുന്നു എന്നെ കാണാൻ. ഇത് പെട്ടെന്ന് എനിക്ക് നോക്കിയപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഹാർട്ട് ഷേപ്പ് പോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടേതായ കലാസന്ധയിൽ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് ചെയ്യുമ്പോൾ പാൽ പോയ അടുത്തതുണ്ട്, നമ്മൾ ചാടുക. ഓക്കെ അതെ, ഓക്കെ. എനിക്കൊരു ഹാർട്ട് ഷേപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഷേപ്പ് ഫീൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഉണങ്ങി ഒന്ന് സെറ്റ് ആവാനുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് നമ്മുടെ ലാസ്റ്റ്. ഇതിൽ നമുക്ക് എന്താണ് ഈ ടിഷ്യൂ നനച്ചിട്ട് ഉണ്ട പിടിക്കുമല്ലോ, അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്ലേയിലും പറ്റും. ക്ലേ ഉള്ളവർക്കും പെട്ടെന്ന് ക്ലേയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പായിട്ട് ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടിഷ്യൂ നനച്ച് ആകുമ്പോഴത്തേക്കും പൊടി പൊടി പോലെ ആവില്ല അത്. അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കി ഉണക്കി പശ വെച്ച് ഉണക്കി പെയിൻറ്റ് ചെയ്തതും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വെച്ച് കാണിച്ചുതരാം. നമുക്ക് ഗ്ലിറ്റേഴ്സും കൂടെ ഇട്ടിട്ട് ഗ്ലിറ്റേഴ്സും കൂടെ ഒന്ന് ഇട്ട് നോക്കിയാലോ. കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇത് ഗ്ലിറ്റർ ഷീറ്റിൽ ഉണ്ടാക്കിയ സ്റ്റാറാണ്. ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഷേപ്പിന് കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്യാം. കട്ട് ആൻഡ് പേസ്റ്റ്, അതാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ ഇടന്നിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് മാത്രമല്ല, ജസ്റ്റ് ഡാബ് ചെയ്ത് നമ്മളൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കുന്ന കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സ് ആണ് ചെയ്തത്. എങ്ങനെയുണ്ട് ഗിഫ്റ്റ് ബോക്സ്? ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായതേ ഇല്ല ഇത് ഞാൻ ചെയ്തതാണെന്ന്. ചുമ്മാറിയല്ലോ കേട്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോഴത്തേക്കും സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ഈ മാൻകുട്ടനെയാണ്. മാൻകുട്ടനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. എനിക്കിഷ്ടമായ നല്ല മാൻ. പിന്നെ നമ്മൾ ചെയ്തത് ഈ ഒരു ബോൾ ഷേപ്പാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ, മടിക്കരുതേ, കുശുമ്പ് കാട്ടല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ലവ് യു ഓൾ.